നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം യൂണിയൻ ബഡ്ജറ്റ് വന്നതിന് ശേഷം കേരളത്തിന് എന്ത് കിട്ടിയെന്ന ചർച്ചകളും ട്രോളുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. സാധാരണ ആനമുട്ടയാണ് കിട്ടാറുള്ളത്, ഇത്തവണ ആമമുട്ടയെങ്കിലും കിട്ടിയല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. കേരളത്തിന് എയിംസ്, അതിവേഗ റെയിൽപാത ഇതെല്ലാം റെഡിയായി ഇരിക്കുകയാണെന്ന് പറഞ്ഞ, ഇനി പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞ BJP കേരള ഘടകം മറുകണ്ഠം ചാടിയിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞ തൃശൂർ രാജാവിനോട് ഇപ്പോൾ എയിംസ് എവിടെ മോനെ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ, തങ്ങൾക്കെന്തോ വലിയ പ്രഖ്യാപനങ്ങൾ ലഭിക്കുമെന്നും പറഞ്ഞ് BJP ഓഫീസിൽ കൂട്ടം കൂടിയിരുന്ന് ബജറ്റ് കാണുകയും അത് ഷൂട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ വിളിക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖറും കൂട്ടരുമാണ്. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയതുമില്ല. കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചതിലൂടെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോ നിശബ്ദരാണ്. കേരളത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ വേണമെങ്കിൽ കുറച്ച് പദ്ധതികൾ തരാമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ കേട്ടാൽ മലയാളികൾക്ക് തോന്നുക. അത് വെറും തോന്നലല്ല, അതാണ് സത്യം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ വാരിക്കോരി കൊടുത്തോളാം എന്ന് പറയുന്നവർ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് ചൊല്ലുന്ന സത്യപ്രതിജ്ഞ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെയും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭയമോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായ നീതി നടപ്പാക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് ആ സത്യപ്രതിജ്ഞ. ഇതിൽ എല്ലാ വിഭാഗം എന്ന് പറയുന്നത് BJPയിൽ വിശ്വസിക്കുന്നവരും BJPക്ക് ഭരണം കൊടുക്കുന്ന സംസ്ഥാനങ്ങളുമാണെന്ന് രാജീവ് ചന്ദ്രശേഖറിന് തോന്നിയാൽ ആ തോന്നല് തെറ്റാണ്. അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപി കൂടിയാണ്. ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് പൊള്ളാച്ചി വരെ പോയ എയിംസിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെ ആളുകൾ ട്രോൾ ചെയ്യുന്നത്. ആമകൾക്കൊപ്പം നടന്നു പോകുന്ന സുരേഷ് ഗോപി മുതൽ ആമകൾക്ക് സുരക്ഷിതമായി മുട്ടയിടാൻ കൂട്ടുപോകുന്ന സുരേഷ് ഗോപി വരെ ട്രോളുകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനൊപ്പം തന്നെ കേരളിനെ എതിർത്ത് കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ, കേരയിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂമി വേണ്ട റെയിൽവേ വരുമെന്നും പറഞ്ഞ് അതിനെ പിന്തുണച്ച ആൾക്കാരും ഇപ്പോൾ എയറിലാണ് കേട്ടോ.